ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഓൺലൈനിൽ പഠിക്കാൻ പറ്റും, പക്ഷേ ഡിജിറ്റൽ സെയിൽസ് അത് നമുക്ക് ടൂൾസ് പഠിച്ച് കഴിഞ്ഞാൽ അത് പഠിക്കാൻ കഴിയില്ല. ഡിജിറ്റൽ മാർക്കറ്റർ അവന് വേറെ പണിക്ക് പോകേണ്ടി വരും. ആ കംപ്ലീറ്റ് ഫുൾ 360 ഡിഗ്രി അറിയുന്നവരാ, ഫുൾ സൈക്കിള്. ബേസിക്കലി അവനൊരു ബിസിനസ് മാൻ തന്നെയാണ്. ഔട്ട്സൈഡ് ഏജൻസി ചെയ്യുന്നതിനേക്കാളും ഒരു 2 times എങ്ങാനും മിനിമം ഒരു ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റും. ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ കംപ്ലീറ്റ് സിനാരിയോ വീക്ക്ലി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു മാസം ചെയ്ത രീതി അടുത്ത മാസം ചെയ്താൽ അത് വർക്കാവാൻ ചാൻസ് വളരെ കുറവാണ്. ദുബായ്, ഖത്തർ, അതുപോലെ സൗദി, ഇപ്പൊ നമ്മൾ ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ തന്നെ ചെന്നൈ, ഇവിടെ കേരളം വിട്ട് കഴിഞ്ഞാൽ ബാംഗ്ലൂർ, ഈ കേരളത്തിലൊക്കെ നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇവരുടെ എന്തൊരു പ്രശ്നമാണ് ശരിക്കും നിങ്ങൾ സോൾവ് ചെയ്ത് കൊടുക്കണേ? നമ്മൾ ബേസിക്കലി മാർക്കറ്റിംഗ് ഫീൽഡിലാണ്. മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് രണ്ടുമുണ്ട്. അപ്പം ഡിജിറ്റലിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ കമ്പനീസിൻ്റെ ഒരു പ്രശ്നം, ഒരുവിധം വലിയ കമ്പനീസിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഈ ടെക്നോളജി ഭയങ്കര ഫാസ്റ്റായിട്ട് ചേഞ്ച് ആവുന്നുണ്ട്. ഇപ്പോൾ ഈ ആഴ്ചയുള്ള കാര്യമല്ല അടുത്ത ആഴ്ച ഉണ്ടാവുക. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണോ? ഡിജിറ്റൽ മാർക്കറ്റിംഗ് മെയിൻലി ഡിജിറ്റൽ മീഡിയ യൂസ് ചെയ്തിട്ടുള്ള മാർക്കറ്റിംഗ്സ്. ഓഫ്ലൈൻ പിന്നെ പ്രിന്റ് മീഡിയാസ് ഒക്കെ പിന്നെ അങ്ങനെ ചേഞ്ചസ് വരുന്നില്ല. അത് കുറേ കാലങ്ങളായി സെയിം ടെക്നോളജിയാണ് വരുന്നത്. നമ്മൾ ഈ AI ഒക്കെ കടന്നുവരവ് അതാണോ? ഡേ ബൈ ഡേ AI മാത്രമല്ല, AI ഉണ്ട്, അതുപോലെ AI വെച്ചിട്ടുള്ള ടൂൾസും AI ഇല്ലാത്ത ടൂൾസുകളും അതിൻ്റെ ടെക്നോളജികളും ഒക്കെ വളരെ ഫാസ്റ്റായിട്ട് ചേഞ്ച് വരുന്നത്. അപ്പം വീക്ക്ലി തന്നെ പല ചേഞ്ചസും വരുന്നുണ്ട്. അപ്പം ഈ വീക്ക്ലി പഠിച്ച ഒരു കാര്യത്തിൻ്റെ അതിൻ്റെ അഡ്വാൻസ്ഡ് സാധനമായിരിക്കും അടുത്ത ആഴ്ച വരുന്നത്. അപ്പം ഈ കമ്പനീസിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ അവരൊരു ട്രെയിനിങ് മൊഡ്യൂള് തയ്യാറാക്കി വെച്ച് അതിനെ വെച്ചിട്ട് ഒരു ടീമിനെ ട്രെയിൻ ചെയ്ത് ഒരു 6 മാസം കഴിഞ്ഞ് അവർ പുറത്തിറങ്ങുമ്പോഴത്തേനും ഇൻഹൗസ് ആയിട്ട് അവർ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ അപ്പോഴത്തേക്കും അവർ പഠിപ്പിച്ച കാര്യങ്ങളായിരിക്കില്ല ശരിക്കും വേണ്ടി വരും. അവർ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു എഫിഷ്യൻസിയിലും പ്രൊഡക്ടിവിറ്റിയിലും വർക്ക് ചെയ്യണമെങ്കിൽ. അപ്പോൾ ഇത് അത്രയും ഫാസ്റ്റായിട്ട് പോകുന്നതുകൊണ്ട് തന്നെ ഇൻഹൗസ് ആയിട്ടുള്ള ഒരു ടീമിനെ കീപ്പ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് കമ്പനീസിന്. കാരണം അതിൻ്റെ സീനിയേഴ്സ് ഉണ്ടാവും, അവർ ഭയങ്കര എക്സ്പെർട്ട് ആയിരിക്കും, അവരുടെ ഫീൽഡിൽ ഭയങ്കര എക്സ്പെർട്ട് ആയിരിക്കും, പക്ഷേ ആ ടെക്നോളജി ഓൾറെഡി ഔട്ട്ഡേറ്റഡ് ആയിട്ടുണ്ടാവും. അല്ല, ഇവരിത് അപ്ഡേറ്റ് ചെയ്യൂല, ടെക്നോളജി ഇവർ അപ്ഡേറ്റ് ചെയ്യും. വലിയ കമ്പനി ആകുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പൊതുവെ അതിന് കുറേ പ്രോസസ്സ് ഉണ്ട്. SOPസിലും അങ്ങനെ മാനേജ്മെൻറ്റ് ഓഫ് ചേഞ്ച്, MOC, അങ്ങനെ കുറേ പ്രോസസ്സ് ഫോളോ ചെയ്തിട്ട് വേണം ചേഞ്ചസ് കൊണ്ടുവരാൻ. ഇപ്പൊ ട്രെയിനിങ് മെറ്റീരിയലൊക്കെ എല്ലാ ആഴ്ചയിലൊന്നും ചേഞ്ച് വരുത്താൻ വലിയ കമ്പനീസിന് പറ്റില്ല. ചെറിയ കമ്പനി സ്റ്റാർട്ടപ്സിനൊക്കെ പറ്റും. ആ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് തന്നെ പലപ്പോഴും ഇവർ പുറത്തെ ഏജൻസികൾക്കും ഔട്ട്സൈഡുള്ള ആളുകൾക്കുമാണ് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അതുപോലെ മീഡിയ വർക്ക്സൊക്കെ കൊടുക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു വിഷയം എന്താ വെച്ചാൽ ഇന്റേണലി തന്നെ ഈ ഒരു ടീം ഉണ്ടെങ്കിൽ ഔട്ട്സൈഡ് ഏജൻസി ചെയ്യുന്നതിനേക്കാളും ഒരു 2 times എങ്ങാനും മിനിമം ഒരു ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റും. അത് ഓൾമോസ്റ്റ് എൻ്റെ എക്സ്പീരിയൻസ് എന്നുള്ള ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. പലവട്ടം ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത ഒരു സംഭവമാണ്. വാലിഡായിട്ട് ഞാനൊരു Fortune 500 കമ്പനിയിൽ വർക്ക് ചെയ്തുള്ള ഒരാളായിരുന്നു. Fortune 500 ആയിട്ടുള്ള ഒരു കമ്പനിയിൽ, ഭാരത് പെട്രോളിയം പോലത്തെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തതിന് ശേഷം ഇറങ്ങിയതിന് ശേഷമാണ് ഞാൻ ബിസിനസ്സൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ വ്യത്യാസം എനിക്ക് ശരിക്കും അറിയാം. അപ്പോൾ ഭാരത് BPCL പോലത്തെ കമ്പനി ആയാലും Fortune 500 കമ്പനി, വേൾഡിലെ ടോപ്പ് 500 കമ്പനീസ് നമ്മൾ പറയുന്ന പേരാണ് Fortune 500 എന്ന് പറയുന്നത്. അതിൽ 200 സംതിങ് റാങ്ക് ആയിരുന്നു. ഇന്ത്യയിലെ ടോപ്പ് നമ്പർ 1 or 2 കമ്പനീസിലൊരു കമ്പനി BPCL ആയിരുന്നു. അപ്പോൾ അതിലായിരുന്നു ഞാൻ ഓൾമോസ്റ്റ് 9 years വർക്ക് ചെയ്തത്. അപ്പം അവരൊക്കെ പുറത്തെ ടീംസിനെ ഡിപ്പെൻഡ് ചെയ്യാൻ കാരണം ഇൻഹൗസ് ആയിട്ടുള്ള അതിനുള്ള കേപ്പബിലിറ്റി ഡെവലപ്പ് ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടുകൊണ്ടാണ്. ബാക്കി നമുക്ക് എൻജിനീയറിങ്ങോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫീൽഡിലാണെന്നും കുഴപ്പമില്ല. നമുക്ക് വീക്ക്ലി ഒന്നും ടെക്നോളജി ചേഞ്ച് ആവുന്നില്ല. നമുക്കൊരു ഒരു 1 yearലോ അല്ലെങ്കിൽ 2 yearലോ അല്ലെങ്കിൽ 5 yearലോ ഒക്കെയാണ് ടെക്നോളജി ഒരു ഭയങ്കരമായിട്ടുള്ള മാറ്റങ്ങൾ വരുന്നത്. പക്ഷേ ഇതിൽ വീക്ക്ലി അല്ലെങ്കിൽ മന്ത്ലി ഒക്കെയാണ് ചേഞ്ചസ് വരുന്നത്. നമ്മൾ ആളെ സെലക്ട് ചെയ്യുമ്പോൾ, ഇൻഹൗസായിട്ട് സെലക്ട് ചെയ്യുമ്പോൾ അവർ ക്വിക്ക്ലി ലേൺ ചെയ്യാൻ പറ്റണം, ലേൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കണം. അപ്പോൾ അവർ അപ്ഡേറ്റഡ് ആയതുകൊണ്ടിരിക്കും. അപ്പോൾ ഇന്നിപ്പോൾ അവർ ഒരു കാര്യം പഠിച്ചാൽ നാളെ മറ്റന്നാൾ വേറെ അതിൻ്റെ അപ്ഡേറ്റഡ് വേർഷൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവർ അപ്ഡേറ്റഡ് ആയിരിക്കും ഓട്ടോമാറ്റിക്കലി. അപ്പോൾ ആ ടൈപ്പിലുള്ള ആൾക്കാരെ എങ്ങനെ ഹയർ ചെയ്യണം എന്നുള്ളത് പലപ്പോഴും ഒരു ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർക്ക് നമ്മൾ ഇതേപോലെ ഇൻഹൗസ് ആയിട്ടുള്ള ഒരു ടീമിന് ഏറ്റവും ബെസ്റ്റായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു അപ്ഡേറ്റഡ് ആയിട്ട് നന്നായിട്ട് ലേൺ ചെയ്ത് എത്ര ടെക്നോളജി മാറിക്കഴിഞ്ഞാലും ഈസിലി പെട്ടെന്ന് തന്നെ അഡാപ്റ്റ് ചെയ്ത് ഏറ്റവും എഫിഷ്യൻ്റ്ലി അവരുടെ മാർക്കറ്റിംഗ് കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന ഒരു ടീമിനെ ഡെവലപ്പ് ചെയ്ത് കൊടുക്കാൻ നമുക്ക് പറ്റും.
അതെ, നല്ല പൊട്ടൻഷ്യലും അതുപോലെ നല്ല ക്വാളിറ്റിയും പെർഫോം ചെയ്യാൻ പറ്റുന്ന ആളുകളല്ലേ. അതെ, പെർഫോം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ടിന് ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് മീൻസ് സെയിൽസ്. അൾട്ടിമേറ്റ്ലി ഒരുവിധ ബിസിനസിന്റെ ഒക്കെ ഔട്ട്കം സെയിൽസ് ആയിരിക്കും. അപ്പം ആ സെയിൽസ് അവർ പുറത്തൊരു ടീമിനെ കുറിച്ച് വെച്ചിട്ട് ചെയ്യുന്നേക്കാളും ബെറ്റർ ആയിട്ട് ഒരു 2 times 3 times ഒക്കെ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഞാൻ ചോദിക്കുന്ന വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ബിസിനസ് പറഞ്ഞു, ഈ ഇ-കൊമേഴ്സിലേക്ക് വരാണെങ്കിലും സെയിം പെർസ്പെക്റ്റീവ് ആണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളും ഇ-കൊമേഴ്സിൽ നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്ന ഒരാളാണല്ലോ. ഇ-കൊമേഴ്സിലും സെയിം അങ്ങനെ തന്നെയാണ്. ഇ-കൊമേഴ്സിലാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. നമ്മൾ ഓൾറെഡി ഒരു 0 ലെവലിൽ നിന്ന് ഒരു നമ്പർ 1 പൊസിഷനിലോട്ട് നമുക്ക് ഒരു കാറ്റഗറിയിലോട്ട് നമ്മൾ എത്തിച്ചിട്ടുണ്ട്. ഒരു കാറ്റഗറിയിൽ, നമ്മളുടെ കാറ്റഗറിയിൽ ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഡയറക്റ്റ്ലി നമുക്ക് ഇവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമ്പോൾ അതിൽ വന്ന എന്തൊക്കെ ചാലഞ്ചസ് ഉണ്ടായിരുന്നത്, എങ്ങനെ നമ്മൾ ഓവർകം ചെയ്തു, ടെക്നോളജിക്കൽ ചാലഞ്ചസ് എങ്ങനെ നമ്മൾ അപ്ഡേറ്റഡ് ആയി ട്രെയിൻ ചെയ്തു, ലേൺ ചെയ്തു, അപ്ഗ്രേഡ് ചെയ്തു, ഈ കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമ്പോൾ അവർക്കും ഇതേപോലെ നമ്പർ 1 ആയി മാറാൻ പറ്റും ഈസി ആയിട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്, ബട്ട് പ്രോബബിലിറ്റി വളരെ ഹൈ ആയിരിക്കും. ഈ കമ്പനി ഇന്ന ഒരു പ്രോബ്ലം എന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ ഒരു വ്യാപ്തി, എത്രയാണ് ആ ഒരു കമ്പനി ഫേസ് ചെയ്യണേ? മുന്നത്തെ കാലത്തൊക്കെ നമ്മൾ മാർക്കറ്റിംഗ് കാര്യങ്ങൾ ഓഫ്ലൈൻ പ്ലസ് ഓൺലൈൻ മിക്സ്ഡ് ആയിട്ട് യൂസ് ചെയ്ത് TV മീഡിയ, പ്രിന്റ് മീഡിയ പ്ലസ് ഡിജിറ്റൽ മീഡിയ ഉണ്ടായിരുന്നു. ബട്ട് ഇപ്പം അത് ഓൾമോസ്റ്റ് നല്ലൊരു പെർസെൻറ്റേജ് ഇപ്പോൾ ഡിജിറ്റലിലോട്ടാണ് വന്നത്. അതും പേഴ്സണലൈസ്ഡ് ആയിട്ട് ഓരോരുത്തരുടെ ഫോണിലേക്ക് അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അവർക്ക് വേണ്ട രീതിയിൽ കസ്റ്റമൈസ് ചെയ്തിട്ടാണ് കിട്ടുന്നത്. പിന്നെ ആ കസ്റ്റമൈസ് ചെയ്യാൻ കിട്ടുമ്പോൾ പിന്നെ ഒരുപാട് കണ്ടന്റ്സ് വരുന്നുണ്ട്. ആൾക്കാരുടെ അറ്റൻഷൻ സ്പാൻ, വളരെ ചെറിയ അറ്റൻഷൻ സ്പാനിൽ തന്നെ ഈ ഒരു കണ്ടന്റ് ആൾക്കാരിലേക്ക് ഡെലിവർ ചെയ്യണം. ചെറുതായിട്ട് ഒരു ഫീഡ് ചെയ്യിക്കണം നമ്മള്. അതെ, അപ്പോൾ നമുക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് ആയിരക്കണക്കിന് കണ്ടന്റിന്റെ ഇടയിൽ നമ്മളുടെ ആഡ് അവരെ കാണിച്ച് അവരത് തുറന്നു നോക്കി അവർ കംപ്ലീറ്റ് കണ്ട്, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു നല്ലൊരു പെർസെൻറ്റേജ് കണ്ട് മനസ്സിലാക്കി അവർ ഫണൽ ചെയ്തെടുക്കണം. ഒന്നാമത് അവരുടെ അറ്റൻഷൻ നമുക്ക് കിട്ടുന്ന രീതിയിലുള്ള ക്രിയേറ്റീവ്സും അതിൻ്റെ ടാർഗറ്റിങ്ങും അത്രയും ബെസ്റ്റായിട്ട് വേണം ചെയ്യണം. നമുക്ക് അതിന് AI ടൂൾസുകൾ ഒരുപാടുണ്ട്. ഈവൻ മെറ്റ പോലും അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതെങ്ങനെ യൂസ് ചെയ്തിട്ട് അതൊരു 1 പാർട്ട് മാത്രമാണ്, ഒരു ചെറിയ പാർട്ട് മാത്രമാണ്. ആ അറ്റൻഷൻ കിട്ടിയതിന് ശേഷം അതിനെ സെയിൽസിലോട്ട് എങ്ങനെ കൺവേർട്ട് ചെയ്യണം എന്നുള്ളത് പലപ്പോഴും ഇങ്ങനത്തെ കോഴ്സ് പഠിപ്പിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾക്ക് ഇല്ലാത്തതായിട്ട് കണ്ടിട്ടുണ്ട് നമ്മൾ. ഫോർ എക്സാമ്പിൾ, ഒരു ഫ്ലാറ്റ് സെല് ചെയ്യുന്ന ഒരു റിയൽ എസ്റ്റേറ്റ് ടീമാണ്. ഓക്കെ, അതിൽ ഒരു ഡിജിറ്റൽ മാർക്കറ്റർ റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിയേറ്റീവ് ടീം കൊടുക്കുന്ന ക്രിയേറ്റീവ്സ് വെച്ചിട്ട് അത് ആൾക്കാരിലേക്ക് എത്തിക്കുക, കറക്റ്റ് ടാർഗറ്റ് ഓഡിയൻസിൻ്റെ അടുത്ത് എത്തിക്കുക, ലീഡ് കളക്ട് ചെയ്യുക. അവിടെ ജോബ് കഴിഞ്ഞു. പിന്നെ അവിടുന്ന് സെയിൽസ് ആരാ ചെയ്യുന്നത്? സെയിൽസ്മാനാണ് ചെയ്യുന്നത്. അപ്പം ആ സെയിൽസ്മാൻ ജോബ് ചെയ്താൽ മാത്രമേ ഉള്ളൂ ആ എമൗണ്ട് ഇങ്ങോട്ട് വരിക. ആ ഒരു കംപ്ലീറ്റ് ബിസിനസ് മാർക്കറ്റിങ്ങിന് വേണ്ടി സ്പെൻഡ് ചെയ്ത് ലീഡ് ആള് വരുന്നുണ്ട്. ഈ ലീഡ് സെയിൽസ്മാന് കൊടുക്കും. ഈ സെയിൽസ്മാൻ ഇത് കൺവേർട്ട് ചെയ്താലാണ് അവിടെ ഒരു ബിസിനസ് നടക്കണമല്ലോ. അതെ, അപ്പോൾ ഇതിൽ ആ സെയിൽസ്മാൻ കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാത്രം പഠിച്ച ഒരാൾക്ക് ഈ ലീഡ് കൊണ്ടുവരിക, ക്വാളിറ്റി ലീഡ് കൊണ്ടുവരിക എന്നുള്ള കാര്യം മാത്രമാണ് അവൻ്റെ ജോബായിട്ട് വരുന്നത്. ഈ സെയിൽസിൻ്റെ പാർട്ടിലെ എക്സ്പെർട്ടൈസ് ഇല്ലാത്തതുകൊണ്ട് കൺവേർട്ട് ചെയ്യുന്നതിൽ പലപ്പോഴും എഫിഷ്യൻസി കുറവായിരിക്കും. കൺവേർട്ട് ആവും, പക്ഷേ അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള കൺവേർഷൻ നമുക്ക് ചെയ്യാൻ പറ്റും എപ്പോൾ ആ സെയിൽസിൻ്റെ പാർട്ടും കൂടെ കറക്റ്റ് ഇയാൾക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ. സെയിൽസ് മാത്രമല്ല, പ്രൊഡക്റ്റും സർവീസും അതുപോലെ മാർക്കറ്റിങ്ങും സെയിൽസും കൂടെ ആ കംപ്ലീറ്റ് ഫുൾ 360 ഡിഗ്രി അറിയുന്ന ഫുൾ സൈക്കിള്. ബേസിക്കലി അവനൊരു ബിസിനസ് മാൻ തന്നെയാണ് ചുരുക്കി പറഞ്ഞാൽ. അപ്പോൾ അങ്ങനത്തെ ഒരാൾക്ക് ഇപ്പോഴത്തെ നിലക്ക് നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റുള്ളൂ. നമ്മൾ ആ രീതിയിലാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള ആൾക്കാർ എടുക്കുമ്പോൾ ആ രീതിയിലുള്ള റിസൾട്ട് ഉണ്ടാവും, എബോവ് ആവറേജ് റിസൾട്ട് ഉണ്ടാവും. അപ്പം അങ്ങനെയാണ് ഇപ്പോൾ നമുക്ക് ഏറ്റവും നമ്മൾ പറഞ്ഞുകൊടുത്തുന്നതിന് വരികയാണെങ്കിൽ ഈ ഒരു കമ്പനി ഫേസ് ചെയ്യുന്ന ആ ഒരു പ്രോബ്ലം ഒന്ന് അതിന്റെ വ്യാപ്തി പറയുകയാണെങ്കിൽ എങ്ങനെ പറയും? വ്യാപ്തി പറയുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞു ഒരു 2 times മുതൽ 3 times ഒക്കെ നമുക്ക് ബെറ്റർ എഫിഷ്യൻസിയിൽ വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എക്സാമ്പിൾ, ഒരു 100 crore റവന്യൂ ഉള്ള കമ്പനിയാണെന്ന് വിചാരിക്കേ. അവരെ ഒരു ആഡ് സ്പെൻഡ് ഒരു 20 CR അവർ മാർക്കറ്റിങ്ങിന് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. 20 CR സ്പെൻഡ് ചെയ്തിട്ടാണ് 100 CRന്റെ ടോട്ടൽ റവന്യൂ കിട്ടുന്നത്. അത് 2x എഫിഷ്യൻറ്റിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ 20 CR ഉള്ള ആഡ് മാർക്കറ്റിംഗ് ബഡ്ജറ്റ് 10 CR ആവും. അപ്പോൾ ആ 10 CR നേരെ പ്രോഫിറ്റിലോട്ടാണ് പോകുന്നത്. ഓക്കെ, അതായത് ഇപ്പോൾ നിങ്ങൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു 100 കോടി ടേൺ ഓവർ ഉള്ള കമ്പനി 20 കോടി മുടക്കുന്നുണ്ടെങ്കിൽ ശരിക്കും എഫിഷ്യന്റ് ആയിട്ടുള്ള ആളെ ഹയർ ചെയ്ത് ചെയ്യുകയാണെങ്കിൽ 10 കോടിയിൽ അത് ചെയ്യാൻ പറ്റും. അതെ, 10 കോടിയിലൊക്കെ നമുക്കത് ചെയ്യാൻ പറ്റും. അത് അവർക്ക് ആ ഫുൾ സൈക്കിൾ അറിയണമെങ്കിൽ, ആ സെയിൽസിന്റെ പാർട്ടും കൂടെ അവർക്ക് കറക്റ്റ് ബോധ്യം ഉണ്ടെങ്കിൽ. അപ്പോൾ അതാണ് അതിന് ഇമ്പാക്റ്റ്. നേരെ മറിച്ച് ഇവർ 20 കോടി സെയിലാക്കണം എന്നുണ്ടെങ്കിൽ
അവരൊരു 100 കോടിയും കൂടി അഡീഷണൽ സെല്ല് ചെയ്യണം. അവർക്ക് 10% മാർജിൻ എന്ന് വിചാരിച്ചോ. 100 കോടി വിറ്റാൽ 10 കോടി അവരെ ലാഭം എന്ന് വിചാരിച്ചോ ഒരു വർഷം. അവർ അടുത്ത വർഷം ഒരു 100 കോടിയും കൂടെ വിൽക്കുമ്പോൾ ഒരു 10 കോടിയും കൂടെ കിട്ടും. അവർ ഒരു വർഷം ഫുൾ അവരുടെ കംപ്ലീറ്റ് എംപ്ലോയി അവരെ ഫുൾ അവർ സമയം സ്പെൻഡ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഫുൾ 1 year ആണ് ഇവിടെ ആക്ച്വലി സേവ് ചെയ്യുന്നത്. പല കമ്പനി ഇതല്ല റിയാലിറ്റി, പല കമ്പനി പോണത് അങ്ങനെയാണ്. ഇത് റിയാലിറ്റി ആണ്. പല കമ്പനീസ് നമ്മൾ പലവട്ടം കണ്ടതാണ്. ബട്ട് ഇതെങ്ങനെ മാനേജ് ചെയ്യാന്ന് അവർക്കും അറിയില്ല. അപ്പം അവർ പൊതുവെ ഔട്ട്സൈഡ് ടീംസിനാണ് ഇതിനു വേണ്ടിയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത്. കാരണം ഈ ടീമിനെ എങ്ങനെ ഹയർ ചെയ്യണം, ഈ ലേൺ ചെയ്യുന്ന ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് സാധനമാണ്. കണ്ടിന്യൂസ്ലി ലേൺ ചെയ്യണം. ഇന്ന് പഠിപ്പിച്ച കാര്യമായിരിക്കില്ല അടുത്ത ആഴ്ച അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ളൊരു സിസ്റ്റം ഒരു കാര്യങ്ങളും വരും. അതിലേക്ക് അപ്ഗ്രേഡ് ആവണം. ഓട്ടോമാറ്റിക്കലി ലേൺ ചെയ്ത് ഇങ്ങനെ ലേൺ ചെയ്യാൻ പറ്റിയ ഈ കാര്യങ്ങൾ സെയിൽസും മാർക്കറ്റിങ്ങും ഇതെല്ലാം കോറിലേറ്റ് ചെയ്യാൻ പറ്റിയ നല്ല ലോജിക്കുള്ള നല്ല കോമൺ സെൻസ് ഉള്ള ആൾക്കാരെ എങ്ങനെ ഹയർ ചെയ്ത് ഇത് കറക്റ്റ് പഠിപ്പിച്ച് സെറ്റാക്കി കിട്ടിക്കഴിഞ്ഞാലേ ഉള്ളൂ ഇൻ ഹൗസ് ആയിട്ട് നല്ലൊരു ടീമിനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ 2 times 3 times ഒക്കെ പ്രോഫിറ്റബിലിറ്റി നമുക്ക് കൂട്ടാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ഔട്ട്സൈഡ് ഏജൻസിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും അങ്ങനെ കമ്പനികൾക്ക് ചെയ്തു കൊടുത്തെന്തെങ്കിലും വർക്ക് പറയാൻ പറ്റുമോ? നമ്മളെ സ്റ്റുഡൻസിൻ്റെ പ്ലേസ്മെൻറ്റിന് എടുത്ത കമ്പനീസ് അവരിപ്പം വീണ്ടും പറഞ്ഞിട്ട് അവർ രണ്ടാമത് എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് അവർ ഹയർ ചെയ്യുന്ന സമയത്ത് നമ്മളോട് ചോദിച്ചു നമുക്ക് ഇനിയും ആളെ വേണം, ഞങ്ങൾ ഇൻ്റർവ്യൂവിന് വരും എന്ന് പറഞ്ഞിട്ട് അവർ മറ്റന്നാൾ അവർ വീണ്ടും ഇൻ്റർവ്യൂവിന് വരാനുള്ള പ്ലാനാണ്. ഓക്കെ. ഞാൻ ചോദിച്ചത് നിങ്ങളെ സ്റ്റുഡൻസ് ഒരു കമ്പനിക്ക് ഉണ്ടാക്കിയ നല്ലൊരു ഇമ്പാക്ട് ഉണ്ടാക്കിയ ഒരു വർക്ക് പറയുകയാണെങ്കിൽ ഏതൊക്കെ പറയാം? നമ്മളെ സ്റ്റുഡൻസ് ഒരുപാട് ഇമ്പാക്റ്റ്ഫുൾ വർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി4 ബ്രെയിൻ കമ്പനിയിൽ തന്നെ നമ്മളൊരു സ്റ്റുഡൻറ്റ് ഫസ്റ്റ് ബാച്ചിലുള്ള സ്റ്റുഡൻറ്റ് ഓർഗാനിക്കലി 0 ആഡ് കോസ്റ്റ് ആണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞത് അറ്റ്ലീസ്റ്റ് 10-20% ആണ്. ഇത് അതുപോലെയാണ് 0 കോസ്റ്റിൽ ഒരു റീലിൽ ഒരു സിംഗിൾ റീലിൽ ഒരു എത്രയാണ് ഓർഗാനിക്കലി അതെ 40 lakhs ആൾക്കാരത് കണ്ട് 40 ലക്ഷം ആൾക്കാർ 40 ലക്ഷം എന്ന് പറഞ്ഞാൽ കേരളത്തിലുള്ള മൊത്തം ഫേസ്ബുക്ക് യൂസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.5 കോടി സംതിങ്ങാ. അതിൻ്റെ ഒരു ഓൾമോസ്റ്റ് 20-25% ആൾക്കാർ മലയാളത്തിലാണ്. ഓൾമോസ്റ്റ് ആ കേരളത്തിലെ മൊത്തം 20-25% ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റി ഒരു പൈസ ചിലവില്ലാണ്ട്. അതുവഴി അറൗണ്ട് 7 lakhs നെറ്റ് വർത്ത് ആയിട്ടുള്ള ഒരു മോണിറ്ററി ബെനിഫിറ്റും നമുക്ക് കിട്ടി. ബി4 ബ്രെയിൻ ബ്രാൻഡിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ബി4 ബ്രെയിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് എടുത്താൽ കാണാൻ പറ്റും. അപ്പോൾ ഇതൊരു വർക്കാണ് ഒരുപാട് വർക്കുകളുണ്ട് നമുക്ക് പറയുകയാണെങ്കിൽ. ഇപ്പം ഞാനൊരു കമ്പനി റൺ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, എന്തിന് ഞാൻ നിങ്ങളെടുത്തുനിന്ന് ഒരു സ്റ്റുഡൻറ്റിനെ എടുക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തിന് നിങ്ങളെടുത്തുനിന്ന് ആളൊരു ഹയർ ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയായിട്ട് സിമ്പിളായിട്ട് പറയാൻ പറ്റുക? സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ നമ്മളെ വർക്ക് പുറത്തെ ഒരു ടീമിന് കൊടുക്കുകയാണെങ്കിൽ അവർ മൾട്ടിപ്പിൾ വർക്ക് ഒരേ സമയത്ത് കൈകാര്യം ചെയ്യും. കാരണം അവരുടെ സിസ്റ്റം അങ്ങനെയാണ്. അവരൊരു കമ്പനി മാത്രം ഡിപ്പെൻഡ് ചെയ്ത് അവർക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ അവർ മൾട്ടിപ്പിൾ കമ്പനി, ഇപ്പം എക്സാമ്പിൾ നിങ്ങളുടെ ഒരു കമ്പനി ഒരു ടോയ്സ് കമ്പനിയാണെന്ന് വിചാരിച്ചോ. അവർ ടോയ്സ് കമ്പനി ഉണ്ടാവും, റെസ്റ്റോറൻറ്റ് ഉണ്ടാവും, എക്സ്പോർട്ട് കമ്പനി ഉണ്ടാവും, ഹോസ്പിറ്റൽ ഉണ്ടാവും, ഫാർമസി ഉണ്ടാവും, അതുപോലെ വേറെ ഗവൺമെൻറ് കമ്പനീസ് ഉണ്ടാവും. പല ആൾക്കാരുടെയും വർക്കുകൾ എടുക്കുന്ന കൂട്ടത്തിലാണ് നിങ്ങളെ വർക്കും കൂടെ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഹ്യൂമൻ അറ്റൻഷൻ നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാവും. നമ്മൾ ഇപ്പം ഇത് വർക്ക് ചെയ്യുന്ന മെയിൻ ആൾക്കാർ അവർക്ക് രാവിലെ ഒരു വർക്കിലായിരിക്കും ഒരു 1 hour ചിന്തിക്കേണ്ടി വരിക. അത് കഴിഞ്ഞിട്ട് 1 മണിക്കൂർ കഴിഞ്ഞാൽ അവർ അടുത്ത കമ്പനിയെ കുറിച്ചൊക്കെ ആലോചിക്കുക. ഫസ്റ്റ് ചിലപ്പോൾ ഒരു റെസ്റ്റോറൻ്റ് ആയിരിക്കും, പിന്നെ ആലോചിക്കുന്നത് ഒരു ടെക്സ്റ്റൈൽസിനെ കുറിച്ചായിരിക്കും, ടെക്സ്റ്റൈൽസിൻ്റെ വർക്കായിരിക്കും ഉണ്ടാവുക. പിന്നെ അത് കഴിഞ്ഞ് ഏതെങ്കിലും എക്സ്പോർട്ട് കമ്പനീനെ കുറിച്ചായിരിക്കും. പിന്നെ ഉണ്ടാവുക ഏതെങ്കിലും ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ സ്റ്റഡി അബ്രോഡിനെ കുറിച്ചായിരിക്കും. അപ്പോൾ ഡിഫറെൻറ്റ് ഏരിയയിലോട്ട് ഇങ്ങനെ സ്വിച്ച് ചെയ്ത് പോകും ഒരേ ദിവസം തന്നെ. അപ്പോൾ ഇങ്ങനെ സ്വിച്ച് ചെയ്ത് പോകുമ്പോൾ എന്താ പറയുക, അവരുടെ നോർമൽ ഹ്യൂമൻ്റെ ഒരു ബ്രെയിനിനെ അങ്ങനെ സ്വിച്ച് ഓവർ ചെയ്യുമ്പോൾ ഒരു എഫിഷ്യൻസി കുറവ് വരുന്നുണ്ട്. ഇതൊക്കെ നല്ല ഡീപ്പിൽ പോയിട്ട് അനലൈസ് ചെയ്ത് കോമ്പറ്റേറ്റേഴ്സിനെയും ഒക്കെ അനലൈസ് ചെയ്ത് നമുക്ക് ഏറ്റവും ബെസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ ആൾക്കാരെ എങ്ങനെ ഹുക്ക് ചെയ്യുന്ന കണ്ടന്റ് ഉണ്ടാക്കാൻ പറ്റും, അതെങ്ങനെ ഫണൽ ചെയ്യാൻ പറ്റും എന്നൊക്കെ നല്ല ഇൻസൈറ്റ്സ് ഉള്ള ആൾക്കാർക്ക് മാത്രമേ ഇതിൽ ബെറ്ററായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. അതിങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ഹവർലി വേറെ ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ ചേഞ്ച് സ്വിച്ച് ഓവർ ചെയ്യുന്ന ഒരാൾക്ക് അത്രയും ഡീപ്പിൽ പോകാൻ പറ്റില്ല. അത് കോമൺ സെൻസ് അല്ലേ. അപ്പം ആ ഒരു സംഭവമാണ് ഇവിടെ. അപ്പോൾ നമ്മൾ ഒരാൾ തന്നെ ഇൻറ്റേർണലി ഇൻഹൗസ് ആയിട്ടുള്ള ഒരാൾ തന്നെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരാൾ എല്ലാ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടൂളും കാര്യങ്ങളൊക്കെ അറിയുന്ന, സെയിൽസും മാർക്കറ്റിങ്ങും പ്രൊഡക്റ്റും കംപ്ലീറ്റ് അറിയുന്ന ഒരു മാർക്കറ്റിംഗ് ആളാണെങ്കിൽ അയാൾക്ക് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ കേസിനേക്കാളും ഒരു ഡബിൾ എഫിഷ്യൻസിയിൽ
വർക്ക് ചെയ്യാൻ പറ്റുന്നതായിട്ട് പല കേസിലും കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഡാറ്റ നമ്മൾ എടുത്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ കോൺടാക്ട് തരാം. ഡബിൾ എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ അവിടെ മാർക്കറ്റിംഗ് കോസ്റ്റ് ഓൾമോസ്റ്റ് ഹാഫ് ആക്കി. അപ്പം നിങ്ങളെ പ്രോഫിറ്റ് ഒരു 100 CR റവന്യൂ ഉണ്ട്, 10 CR ആണ് നിങ്ങളെ പ്രോഫിറ്റ് എങ്കിൽ ഈ ഒറ്റ കാരണം കൊണ്ട് നിങ്ങളെ പ്രോഫിറ്റ് 20 CR ആയിട്ട് മാറും. കാരണം ആഡ് കോസ്റ്റ് 10 CR കുറയുമ്പോൾ അത് നേരെ പ്രോഫിറ്റിലോട്ടാണ് കയറുന്നത്. ബാക്കി എക്സ്പെൻസ് ഒന്നും അവിടെ കൂടുന്നില്ല. ഓക്കെ, മനസ്സിലായി. അപ്പൊ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ പുറത്തൊരാളെ ഒരു ടീമിനെ നമ്മൾ ഏൽപ്പിക്കുമ്പോൾ അവിടെ അവർക്ക് മൾട്ടിപ്പിൾ ക്ലയൻസ് ഉണ്ട്. അപ്പം അവർക്ക് അത് സ്വിച്ച് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടും ഇതുകൊണ്ടൊക്കെ ഒരു എഫിഷ്യൻസി കുറയും. നിങ്ങൾ എന്താണ് ഒരാളെ ആ കമ്പനിക്ക് ഫുള്ളായിട്ട് ഇൻവോൾവ്മെന്റ് കൊടുക്കുകയാണ്. ഫുള്ളായിട്ടാകുമ്പോൾ അവർക്ക് ഫുൾ ഡേ ഇൻ ആൻഡ് ഡേ ഔട്ട് ഈ കമ്പനിയെ കുറിച്ച് മാത്രം, ഈ കമ്പനീൻ്റെ പ്രൊഡക്റ്റിനെ കുറിച്ച് മാത്രം പഠിച്ചാൽ മതി. അതിൻ്റെ ഡെപ്തിൽ പോയിട്ട് അതിൻ്റെ എന്ത് ഇൻ്റർനാഷണൽ ലെവലിലും ഡെപ്തിലും വൈഡായിട്ടും ഒക്കെ ആലോചിച്ച് ചിന്തിച്ച് അതിൽ ഏറ്റവും ബെസ്റ്റ് എന്ത് രീതിയിൽ ക്രിയേറ്റീവ്സ് ഉണ്ടാക്കാൻ പറ്റും, ഏത് ഓഡിയൻസിൽ ഏറ്റവും ബെസ്റ്റായിട്ട് കൊടുക്കാൻ പറ്റും, എന്തൊക്കെ ടൂൾസ് ഏതൊക്കെ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും, പിന്നെ അതിൻ്റെ ഫണലിങ് എങ്ങനെ ചെയ്യാൻ പറ്റും, അതിൻ്റെ സെയിൽസിലേക്ക് എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം, പിന്നെ അതിൻ്റെ ഇൻസൈറ്റ്സ്, അതിൻ്റെ ആ ഡീപ്പിലുള്ള ഇൻസൈറ്റ്സ് ഇവർക്ക് കിട്ടും. അത് മറ്റൊടത്ത് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഈ എഫിഷ്യൻസി മിനിമം ഡബിൾ ആവുമെന്ന് ഞാൻ പറയുന്നത്. ഡബിളും ത്രിബിളും അതിൽ കൂടുതലായൊക്കെ കേസ് ഉണ്ട്. നമുക്ക് എന്തിനാണ് നമ്മളൊരു കാര്യത്തിൽ തന്നെയാണ് ഫോക്കസ് ചെയ്യുമെങ്കിൽ ആ കാര്യം തന്നെയാണ് ബെസ്റ്റ് റിസൾട്ട് ഉണ്ടാക്കുക. അതെ കോമൺ ലോജിക്ക് ആണെങ്കിൽ ഇപ്പം നമ്മളിപ്പോൾ ഒരു സബ്ജക്റ്റ് തന്നെ ഒരാഴ്ച ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ ആ സബ്ജക്റ്റ് മാത്രമേ നമ്മളെ തലയിൽ ഉണ്ടാവുള്ളൂ. ഒരു 20 സബ്ജക്റ്റ് എടുത്തിട്ട് നമ്മൾ ഒരാഴ്ച പഠിച്ചാൽ എങ്ങനെ ഉണ്ടാവും? ഫുൾ മിക്സ്. അതാണ് ആ സെയിം ലോജിക്ക് കൊടുത്താൽ മതി. അതാണ് ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നത്. ഈ വലിയ വലിയ കമ്പനികൾക്ക് അവർക്ക് നല്ല ഫണ്ടിങ് ഉണ്ടാവും, HR-നൊക്കെ ടീം ഉണ്ടാവും, സെപ്പറേറ്റ് ടീം ഉണ്ടാവും, നല്ല ക്യാമ്പസ് പോലെ ആൾക്കാർ എടുക്കുന്നുണ്ട്, പ്ലേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് എന്താ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റാത്തത്? നിങ്ങളെ ഫൈൻഡിങ്സ് എന്താ ഇതിൽ എനിക്ക് മനസ്സിലായത്, എനിക്ക് അറിയുന്ന കുറച്ച് കേസ് വെച്ചിട്ടുള്ള എനിക്ക് മനസ്സിലായത്, നോർമലി ഉള്ള ഹയറിങ്ങിൽ ഇപ്പം നമ്മൾ ഒരു അക്കൗണ്ടൻറ്റിനെ വേണം, അല്ലെങ്കിൽ